നമസ്കാരം, റിവ്യൂ മാസ്റ്ററിലേക്ക് സ്വാഗതം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവരെ ഒന്ന് പരിഗണിക്കുക. വളരെ കണ്ടന്റ് എന്ന് എനിക്ക് തോന്നിയൊരു വീഡിയോ ആണ് മലൈക്കോട്ടെ വാലിബൻ ഭ്രമയുഗം. ഇതിനകത്തെ പോസിറ്റീവുകളും നെഗറ്റീവുകളും, ഇതിനകത്ത് എന്ത് സംഭവിച്ചു, ഈ രണ്ട് സിനിമകൾക്ക് എന്താണ് സംഭവിച്ചു കഴിഞ്ഞപ്പോൾ എന്തായാലും റിലീസായി. രണ്ട് സിനിമകളും റിലീസായതിനു ശേഷമുള്ള കൃത്യമായ എൻ്റെ രീതിയിലുള്ള വിലയിരുത്തലാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ ഇതിനെ ക്രിറ്റിസൈസ് ചെയ്യാം, അനുകൂലിക്കാം, പ്രതികൂലിക്കാം. എന്തായാലും ഞാൻ ആദ്യം മലൈക്കോട്ടെ വാലിബൻ എന്ന് പറഞ്ഞ സിനിമയുടെ എന്താണ് സംഭവിച്ചെന്നുള്ളതും ഭ്രമയുഗത്തിനെക്കുറിച്ചും രണ്ട് കാര്യം കൃത്യമായിട്ട് പറയാം. മലൈക്കോട്ടെ വാലിബൻ എനിക്ക് തോന്നിയ നെഗറ്റീവ് കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, ആ സിനിമ ആദ്യം മുതലേ ആ സിനിമയ്ക്ക് ഏറ്റവും നെഗറ്റീവായിട്ട് തോന്നിയത്, ഇപ്പം സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുമ്പോൾ സിനിമക്കാർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഒരു സിനിമയെ തള്ളരുത്. ഇത് ഈ കാലത്ത് ഒരിക്കലും വേവല പോകാത്തൊരു സാധനമാണ്. ഞാനൊരു വീഡിയോ തന്നെ എഴുതായിരുന്നു. ടിനു പാപ്പച്ചൻ, വിജയ് ബാബു, എൻ്റെ പ്രൊഡ്യൂസറും മോശമല്ല, പൃഥ്വിരാജ്, എല്ലാവരും തള്ളി മറിച്ച ആ സിനിമയെക്കുറിച്ച്. അതായത് തിയേറ്റർ കുലുങ്ങും, പുറത്തിറങ്ങി നിൽക്കണം എന്ന് പറഞ്ഞ ഇതെല്ലാം മലൈക്കോട്ടെ വാലിബൻ എന്ന സിനിമയ്ക്ക് നെഗറ്റീവ് തന്നെയാണ്. അതായിരുന്നു ആ സിനിമ ഒരു പരിധിവരെ ഒരു വമ്പൻ പരാജയമാകുന്നതിൻ്റെ ഒരു കാരണം ആ തള്ളലാണ്. ഒരിക്കലും ആ ക്രൂ മെമ്പേഴ്സോ അല്ലെങ്കിൽ ബാക്കിയുള്ളവരോ തള്ളരുതെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ അവരെല്ലാം കുറച്ച് കാര്യങ്ങൾ വളരെ ശ്രദ്ധയോട് ചെയ്യേണ്ട ഒരെണ്ണമാണ് തള്ളൽ. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നേര് എന്ന് പറഞ്ഞ അതിന് മുമ്പിലത്തെ സിനിമ. ഒരു തള്ളുമില്ലാതെ ഗംഭീര വിജയം നേടിയ സിനിമയാണ്. അതായത് കണ്ടുപിടിക്കണം ഈ മലൈക്കോട്ടെ വാലിബൻ്റെ ടീം അതിൻ്റെ ക്രൂ എല്ലാം. രണ്ട് നെഗറ്റീവാണ്. ഈ സിനിമ LJP മാജിക്, അതായത് എനിക്ക് തോന്നിയത് ഇച്ചിരി ഓവർ റേറ്റഡ് സംവിധായകനാണ് LJP. കാരണം വേറെ ഒന്നുമല്ല, LJPയുടെ എല്ലാ സിനിമകളും എല്ലാവർക്കും ദഹിക്കുന്നൊന്നുമല്ല. കാരണം LJP മാജിക് ഒന്നും നമുക്ക് പറയാൻ അതിനെ പറ്റത്തില്ല. ചുരുളി കുറേ തെറിയുണ്ട്, അതൊക്കെ. പക്ഷേ ഒരു വ്യത്യസ്തമായ അനുഭവമാണ്. നൻപോൽ നേരത്തെ അത് ഗംഭീരമായ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സിനിമ, ഒരു പ്രത്യേക വിഭാഗത്തിന് ഇഷ്ടപ്പെടുന്ന സിനിമയാണ്. അത് അങ്ങനെയൊന്നും അദ്ദേഹം നോക്കുന്നില്ല. ആരെ ഇമ്പ്രസ് ചെയ്യാനും ആരെ ഇതാക്കാനൊന്നും, എക്സ്ക്യൂസുകൾ പറയാനും ഇമ്പ്രസ് ചെയ്യാനൊന്നും ഇഷ്ടമില്ലാത്ത മനുഷ്യൻ ഓവർ റേറ്റഡ് ആയിട്ടൊരു സംവിധാനം എന്ന് എനിക്ക് തോന്നി. കാരണം അദ്ദേഹം മികച്ച സംവിധാനം എന്നുള്ളത് സംശയമില്ല. പക്ഷേ അദ്ദേഹത്തിന് ഇപ്പോൾ കൊടുത്തേക്കുന്ന സാധനം ഇച്ചിരി ഓവർ റേറ്റഡ് ആണ്. അതിൻ്റെ ആവശ്യമില്ല എനിക്ക് തോന്നിയൊരു കാര്യമാണ്. കാരണം ലിജോ പെല്ലിശ്ശേരി ഇതിനു മുമ്പ് ഇറങ്ങിയ ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമ, അത്യാവശ്യം പൈസ മുടക്കി ഇറങ്ങിയ പടം ഡബിൾ ബാരലാണ്. 8 നല്ല പൊട്ടിയ സിനിമയാണ്. എനിക്കൊന്ന് അദ്ദേഹത്തിന് എടുക്കാൻ പറ്റുന്ന സിനിമ ഈ പറഞ്ഞ പോലെ ഒരു ആവറേജ് ബഡ്ജറ്റിൽ ഒടുങ്ങുന്ന സിനിമയാണ്. അതാണ് നൻപകൽ നേരത്തും ഈ പറഞ്ഞ ജല്ലിക്കെട്ടും അതൊക്കെ ഗംഭീരമായിട്ട് അദ്ദേഹം എടുത്തു വെച്ചിട്ടുണ്ട്. കുഴപ്പമില്ല, ആമിനും എല്ലാം ചെറിയ പടങ്ങളാണ്. അതിനുശേഷം അതിൻ്റെ ഒരു 10 ഇരട്ടി പൈസ കൂടുതലെടുത്ത പടമായിരിക്കും മലൈക്കോട്ടെ വാലിബൻ. അന്നേരം ഞാൻ ചോദിക്കുന്നത്, അന്നേരം പ്രിയദർശൻ, സത്യനന്ദിക്കാട്, ജോഷി, ഇവരെയൊക്കെ നമ്മൾ എന്ത് പേരിട്ട് വിളിക്കണം? ഗംഭീരമായ സംവിധായകർ എത്രയോ, എങ്ങനെ മലയാളത്തിലെ വരദനും പത്മരാജൻ ഉൾപ്പെടെയുള്ള എല്ലാവരെയും എത്രയോ പേര് നമ്മൾ ആരെയും LJP മാജിക് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ഇച്ചിരി ഓവർ റേറ്റഡ് ആയിപ്പോയി എന്ന് തോന്നുന്നു. മൂന്നാമത്തെ നെഗറ്റീവ് എനിക്ക് തോന്നിയത്, LJP എന്ന് പറയുന്ന അദ്ദേഹം ഒന്നിനെയും മൈൻഡ് ചെയ്യാത്ത, അല്ലെങ്കിൽ ഒന്നിനെയും വാക്കുകൾക്കൊന്നും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള നെഗറ്റീവുകൾക്കൊന്നും പിടികൊടുക്കാത്ത, ഇൻ്റർവ്യൂവിന് കൊടുക്കാത്ത ആൾ രണ്ടാമത്തെ ദിവസം വന്ന് പ്രസ് മീറ്റ് നടത്തുന്നു. അതുപോലെ ഇൻ്റർവ്യൂകളെല്ലാം കൊടുക്കുന്നു. ഈ സിനിമ എല്ലാവരും കാണണം, എത്രയും പെട്ടെന്ന് കാണണം, അല്ലെങ്കിൽ അത് പ്രശ്നമാണ് എന്ന രീതിയിൽ. അത് തന്നെ അദ്ദേഹത്തിൻ്റെ വില തന്നെ പോയി. ഒരിക്കലും ചെയ്യാൻ പാടില്ല. അതിൻ്റെ നിർമ്മാതാവ് വന്ന് രണ്ടാമത്തെ ദിവസം പറഞ്ഞു. അതൊക്കെ ഒരു സിനിമയുടെ ഏറ്റവും വലിയ നെഗറ്റീവുകളാണ്. രണ്ടാമത്തെ ദിവസം വന്നിട്ട് നിങ്ങളെല്ലാം കാണുമെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അപ്പോൾ പരാജയത്തിലോട്ട് പോകുമ്പോൾ എങ്ങനെയെങ്കിലും നിങ്ങൾ കയറി കാണണമെന്ന് പറഞ്ഞാലൊന്നും ഈ കാലത്തെ ആൾക്കാരെ പറ്റിക്കാൻ പറ്റത്തേ ഇല്ല. ഇതെല്ലാം നെഗറ്റീവാണ്. പിന്നെ എനിക്ക് തോന്നിയൊരു നെഗറ്റീവ്, ഫാൻ ഷോ നടത്തരുതെന്നല്ല, ഇങ്ങനെയുള്ളൊരു സിനിമയ്ക്ക് ഞാൻ എടുത്തു പറയുന്നു. ഇപ്പോൾ എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ധൈര്യമായിട്ട് ഫാൻ ഷോ ആക്കുക, അതുപോലൊരു സിനിമയാണ്. പക്ഷേ എന്നാൽ പോലും ഞാൻ പറഞ്ഞത് 6 മണി അല്ലെങ്കിൽ 5:30 എന്നൊക്കെ പറയുന്ന, 6 മണി 6:30 എന്നൊക്കെ പറയുന്ന ഫാൻ ഷോ പല രീതിയിലായിരിക്കും. 5:30ക്ക് 5 മണിക്കൊക്കെ തയ്യാറെടുത്ത് വേണം ഫാൻ ഷോയ്ക്ക് പോകാൻ. ഈ ഫാൻ ഷോയ്ക്ക് പോകുമ്പം ആ ഒരു മൂഡിൽ ഇങ്ങനെയുള്ള സിനിമകൾ കണ്ടാൽ ഒരിക്കലും ദഹിക്കത്തില്ല. അന്നേരവേ പ്രശ്നമാണ്. ഈ സിനിമ പിന്നെ 9 മണിക്ക് കണ്ടാലും 9:30 കണ്ടാലും മലൈക്കോട്ടെ വാലിബൻ്റെ സ്ഥിതി ഇത് തന്നെയാണ്. അത് വേറെ കാര്യം. എന്നാൽ പോലും ഫാൻ ഷോ പൊതുവേ ഒഴിവാക്കുന്നതായിരിക്കും എൻ്റെ ഒരു ആസ്പെക്റ്റ് ഞാൻ പറയുകയാണ്. 6:30 ഉള്ളൊരു ഫാൻ ഷോ പൊതുവെ ഒഴിവാക്കുക. ഇങ്ങനെയൊക്കെ ഒരുപാട് നെഗറ്റീവുകളും. പിന്നെ സിനിമ പൊതുവെ എല്ലാവർക്കും ദഹിക്കുന്ന ഒരു സിനിമയേ അല്ല. അതിനകത്ത് കുറച്ച് വിഷ്വലി ഗംഭീരമായ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും മോഹൻലാൽ എന്ന് പറഞ്ഞ നടൻ ഒരുപാട് കഷ്ടപ്പെട്ടു. 1 വർഷത്തോളം മരുഭൂമി പോയി, രാജസ്ഥാനിൽ പോയി കഷ്ടപ്പെട്ടതൊക്കെ ഒഴിച്ചാൽ അതിനെ പ്രയോജനപ്പെടുത്താൻ ഇവർക്ക് ആർക്കും സാധിച്ചില്ലെന്നുള്ളതാണ് സത്യം. അന്നേരം ഇത്രയാണ്
വാലിബനിൽ നമുക്ക് ഉണ്ടായത്. വാലിബൻ്റെ നഷ്ടം പോലും യഥാർത്ഥത്തിൽ കണക്ക് കൂട്ടിയിട്ടില്ലെന്ന് എൻ്റെ നിർമ്മാതാവ്. അതുപോലെ ഒമ്പൻ ഒരു ദുരന്തമായി എന്ന് പറയാൻ പറ്റുന്ന സിനിമയാണ് മലൈക്കോട്ടെ വാലിബൻ. ഇനി ഭ്രമയുഗത്തിലോട്ട് വരാം. ഭ്രമയുഗം ഇറങ്ങിയിട്ട് ഇപ്പോൾ ഒരു ദിവസമേ ആയുള്ളൂ. ഞാൻ എൻ്റെ പോസിറ്റീവ് വശങ്ങൾ പറയാം. ഒരാൾ പോലും ഭ്രമയുഗത്തിനെ കുറിച്ച് നേരത്തെ തള്ളിയിട്ടില്ല. ഇത് മമ്മൂട്ടിയുടെ ഈ സിനിമകളിലെല്ലാം, മമ്മൂട്ടി മോഹൻലാലിൻ്റെ ഈ കമ്പാരിസൺ എല്ലാ സിനിമകൾക്കും സംഭവിക്കുന്നതാണ്. തള്ളത്തില്ല. ഈ മോഹൻലാൽ സിനിമകളിൽ മോഹൻലാൽ അല്ല ഈ തള്ളുന്നത്, അതിൻ്റെ കൂടെ വരുന്ന ക്രൂവിൽ ആരെങ്കിലും ഒക്കെ വെച്ച് അനധി തള്ളിക്കളി. അതിനകത്ത് നേരിന് മാത്രമേ ഉള്ളൂ അങ്ങനെ സംഭവിക്കുകയായിരുന്നു. അതുകൊണ്ട് അത് ഗംഭീര വിജയമായി. ഭ്രമയുഗത്തിനകത്ത് പ്രസ് മീറ്റിനകത്ത് വളരെ കോൺഫിഡൻ്റ് ആയിരുന്നു. പക്ഷേ അവരൊറ്റ വാക്ക് ഒരു കാര്യങ്ങൾ എക്സ്ട്രാ തള്ളുവോ, ഇത് ഗംഭീര സംഭവമായിരിക്കുമെന്നോ, ഇത് നിങ്ങളെ വിസ്മയിപ്പിക്കുമെന്നോ ഒന്നും തള്ളിയില്ല. 2, മമ്മൂട്ടി സിനിമകൾ എനിക്ക് തോന്നുന്നു കോവിഡിന് ശേഷം ഫാൻ ഷോ എന്ന് പറയുന്ന സംഭവം വെക്കത്തില്ല. 9 മണി അല്ലെങ്കിൽ 9:30 റെഗുലർ ഷോ കണ്ടാൽ മതി. എനിക്കത് മമ്മൂട്ടിയുടെ നിലപാടായിരിക്കും. പക്ഷെ അത് നല്ലതെന്ന് എനിക്കും തോന്നും. കാരണം മമ്മൂട്ടിയുടെ മോഹൻലാലിൻ്റെ സിനിമകൾ 9:30 കാണും, 9 മണിക്ക് 9:30 കണ്ടാൽ മതി. അല്ലെങ്കിൽ അതുപോലെ ഗംഭീരമായ ആക്ഷനോ അല്ലെങ്കിൽ കോമഡി ഫുള്ളി എൻ്റർടൈൻമെൻറ്റ് സിനിമയൊക്കെ കാണുന്നതിന് കുഴപ്പമില്ലായിരിക്കും. പക്ഷേ ഇത് 2. 3, ഈ പ്രതീക്ഷകളൊന്നുമില്ലാന്നിട്ട് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ ഇന്നലെ നമ്മൾ കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു യുണീക്ക് അഭിപ്രായം. എല്ലാവരും അതിഗംഭീരം പെർഫോമൻസ്, സ്റ്റെല്ലാർ പെർഫോമൻസ്, അതിൻ്റെ ടെക്നിക്കൽ വശങ്ങൾ എല്ലാം ഗംഭീരം എന്ന് പറയുന്നത് ഈ പറഞ്ഞ തള്ളലുകളോ അല്ലെങ്കിൽ രാവിലത്തെ ഈ പറഞ്ഞ പോലുള്ള ഫാൻ ഷോകളോ ഒന്നും വെക്കാത്തതുകൊണ്ടാണ്. പിന്നെ നമ്മൾ ഇത് എല്ലാം കൂടെ ചേർത്ത് കൂട്ടിച്ചേർക്കുമ്പം 2 പേരും തമ്മിൽ ഉള്ളൊരു വ്യത്യാസം കൂടി ഇവിടെ എടുത്തു പറയേണ്ടത്, മമ്മൂട്ടിയും മോഹൻലാലും തമ്മിൽ ഇപ്പം കാണുന്ന വ്യത്യാസം, ഭയങ്കര ഒരു വ്യത്യാസം സ്ക്രിപ്റ്റ് സെലക്ഷനിലാണ്. മമ്മൂട്ടി പണ്ടും പുതുമ ഇടുന്നു, ഇപ്പോഴും പുതുമ ഇടുന്നു. ഈ കോവിഡിന് ശേഷം ഇദ്ദേഹം സെലക്ട് ചെയ്യുന്നത് ഒന്നിൽ ഗംഭീരമായി ബോക്സ് ഓഫീസ് വിജയം നേടുന്ന സിനിമകൾ എന്ന് പറയുകയും അതിനോടൊപ്പം തന്നെ ഗംഭീരം അഭിനയിക്കാൻ സാധ്യതയുള്ള സിനിമകൾ. അന്നേരം 2 തരം ആൾക്കാരെ അദ്ദേഹം ഇങ്ങനെ കയ്യിലെടുക്കുന്നുണ്ട്. ഈ പുതുമ ഇപ്പോഴത്തെ പുത്തൻ ചെറുപ്പക്കാർ നല്ല അഭിനയം അല്ലെങ്കിൽ നല്ല വെറൈറ്റി സബ്ജക്റ്റ് നോക്കുന്നവർക്കും അങ്ങനെയുള്ള പടങ്ങൾ, റോഷാക്കോ അല്ലെങ്കിൽ ഭ്രമയുഗോ പുഴുവോ കാതല പോലുള്ള സിനിമകൾ കിട്ടുമ്പം കണ്ണൂർ സ്ക്വാഡോ അല്ലെങ്കിൽ നമ്മുടെ ഭീഷ്മറോ പോലുള്ള ഗംഭീര സിനിമകൾ അവർക്ക് മാസ് ഓഡിയൻസിന് കിട്ടുന്നുണ്ട്. അന്നേരം പരാജയം വിജയമൊക്കെ സംഭവിക്കാം. പക്ഷേ സ്ക്രിപ്റ്റ് സെലക്ഷനിൽ മമ്മൂട്ടി മോഹൻലാലിനെക്കാട്ടിൽ 100 മടങ്ങ് മുമ്പിലാണ് ഇപ്പോൾ. മോഹൻലാലിനെ ശ്രദ്ധിക്കേണ്ടത് തന്നെ. മോഹൻലാൽ എന്ന് പറയുന്ന നടൻ സ്ക്രിപ്റ്റ് സെലക്ഷൻ പറഞ്ഞാൽ അഭിനയത്തിൽ ഗംഭീരനായ ഒരു നടൻ. സ്ക്രിപ്റ്റ് സെലക്ഷനിലും സ്വന്തം കുറച്ച് കോക്കേഷനിൽ ഒതുങ്ങി നിൽക്കുന്ന പ്രിയദർശൻ, സത്യനന്ദിക്കാണ്. ഞാൻ ഈ പറഞ്ഞതനുസരിച്ച് പ്രിയദർശൻ നമ്മൾ പറഞ്ഞതനുസരിച്ച് പ്രിയദർശനും സത്യനന്ദിക്കാരനൊക്കെ വീണ്ടും ഡേറ്റ് കൊടുത്തേക്കാണ്. ഇങ്ങനെയുള്ളവർക്കൊക്കെ ശ്രീകുമാർ മേനോൻ ഇങ്ങനെയുള്ളവർക്കൊക്കെ ഡേറ്റ് കൊടുക്കേണ്ടെന്നല്ല, അതായത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പുത്തനായിട്ടുള്ള ആൾക്കാർക്ക് ഡേറ്റ് കൊടുത്താൽ പുത്തനായിട്ടുള്ള മോഹൻലാലിനെ, പഴയ മോഹൻലാലിനെ കിട്ടുമെന്നുള്ളതൊന്നും അല്ല, വിൻറ്റേജ് മോഹൻലാലിനെ അല്ല നമുക്ക് വേണ്ടത്, ഇപ്പോൾ ഉള്ള മോഹൻലാലിനെ തന്നെയാണ് വേണ്ടത്. പ്രായത്തിനനുസരിച്ചുള്ള റോളുകൾ ചെയ്യണം. പക്ഷേ അദ്ദേഹത്തിന് പറ്റും ഇഷ്ടം പോലെ സിനിമകളില്ലേ. അന്നേരം അങ്ങനെയുള്ള നല്ല അഭിനയ പ്രാധാന്യമുള്ള കഥ. ഇപ്പോൾ എമ്പുരാൻ പോലും സിനിമ ചെയ്യുമ്പോൾ അദ്ദേഹം ബ്ലസ്സിയുടെ പടം ഉണ്ടെന്ന് പറയുന്നു. അങ്ങനെ ഒരു നല്ല ബ്ലസ്സിയുടെ പടം, അഭിനയ പ്രാധാന്യമുള്ള പടം ചെയ്താൽ അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് മോഹൻലാലിൽ. അന്നേരം സ്ക്രിപ്റ്റ് സെലക്ഷൻ മോഹൻലാലും റെഡിയാക്കും. ഇതാണ് വാലിബനും ഭ്രമയുഗവും തമ്മിൽ നല്ല വ്യത്യാസം. എനിക്ക് കണ്ട വ്യത്യാസം, നിങ്ങൾക്ക് കണ്ട വ്യത്യാസങ്ങൾ, കണ്ട 2 സിനിമകളും കണ്ടവർക്ക് ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ ഉറപ്പായിട്ടും കമൻറ്റ്സ് രേഖപ്പെടുത്താം. എന്തായാലും ഇതൊരു ഫാൻ ഫൈറ്റിന് വേണ്ടിയുള്ള വീഡിയോ ഒന്നുമല്ല, നമ്മുടെ കാഴ്ചപ്പാടുകൾ കൃത്യമായിട്ട് പറയാൻ വേണ്ടിയുള്ളതാണ്. വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ സൈനിങ് ഓഫ്.